ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല, ഇനി എപ്പോഴാണ് വരാമെന്ന്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പം റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് റിസൾട്ട് വരേണ്ടതായിരുന്നത് ഫസ്റ്റ് വീക്കിലാണ്, ഓഗസ്റ്റ്. ഇപ്പം 4, 6, 8 തീയതികളിലാണ് മാക്സിമം റിസൾട്ട് വരാൻ സാധ്യതയുണ്ടായിരുന്നത്. പിന്നെ ചൊവ്വാഴ്ച ഒരു സാധ്യതയുണ്ടായിരുന്നു, പക്ഷെ കൂടുതലും ബുധനാഴ്ച, തിങ്കളാഴ്ചയൊക്കെയാണ്. അപ്പോൾ പക്ഷെ ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പം റിസൾട്ട് ഇതുവരെ വരാത്ത പക്ഷം നമുക്ക് ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് ആയിരിക്കും ഇനി വരുന്നത്, അതായത് അടുത്ത ആഴ്ച. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആണെന്ന്. പക്ഷെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആണെന്ന് SS ലൈവിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ്റെ ബേസിലാണ് ഞാൻ പറഞ്ഞത്. അപ്പം പക്ഷെ നമുക്ക് ഈ ഒരു ആഴ്ച പറഞ്ഞിട്ടില്ല. അപ്പം അതിനകത്ത് നെക്സ്റ്റ് വീക്ക് തന്നെയാണ്. അപ്പം ഞാനാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, ഓഗസ്റ്റ് നമുക്ക് ഇപ്പം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചാനലിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഷോർട്സ് ആയിട്ട് അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ചെയ്ത് വെക്കും. ഓക്കെ, ഏത് രീതിയിലും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും ഞങ്ങൾ ലിങ്ക് ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അന്നത്തെ SS ലൈവ് നമുക്ക് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ കുറേ ലിങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ആ ലിങ്കൊക്കെ എടുത്തിട്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അതിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഈ ഒരാഴ്ച ഇല്ലായിരുന്നു, അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയാണ്. അപ്പം അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഈ ഒരാഴ്ച, ഇപ്പോൾ നമുക്ക് ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഒരിക്കലും ഡേറ്റ് ഇന്ന് വരത്തില്ല എക്സാം റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഞായറാഴ്ച ഇനി വരാൻ സാധ്യതയുള്ളത് നമുക്കിപ്പം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് ഇടാൻ വെച്ചിരുന്ന റിസൾട്ട് ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു. അതായത് ടാബ്ലേഷൻ വർക്കും അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയൊക്കെ കഴിഞ്ഞു ടീച്ചേഴ്സ്. പക്ഷെ ലാസ്റ്റ് കുറച്ച് സൈന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഇനിയുള്ളൂ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് വീക്ക് മാറ്റി സെക്കൻഡ് വീക്കിലേക്ക് പോയത്. സത്യത്തിൽ ഫസ്റ്റ് വീക്ക് വരേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം അറിയാൻ സാധിക്കുന്നത് കുറെ ടാബ്ലേഷൻ വർക്കൊക്കെ കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നാൽ ടീച്ചേഴ്സിൻ്റെയും കുറച്ച് മാനേജ്മെൻറ്റിൻ്റെയൊക്കെ സൈൻ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇത് വൈകിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ റിസൾട്ട് എന്ന് പറയുന്നത് അത് അടുത്ത ആഴ്ച ഒരു ട്യൂസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആവത്തില്ല, വെനസ്ഡേ പറയാം. ഓക്കെ, ട്യൂസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ നമുക്ക് എന്ത് ചെയ്യും, ഈ റിസൾട്ട് വരും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം എന്ന് വെച്ചാൽ മൺഡേ വരുന്നതിനെക്കാട്ടിൽ കുറച്ചൊരു ഫൈനൊക്കെ വായിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞായറാഴ്ച എന്തായാലും ഈ സ്ഥാപനങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തിങ്കളാഴ്ച ആ സൈനൊക്കെ വാങ്ങിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് ചൊവ്വാഴ്ചയൊക്കെ ആയിരിക്കും പിന്നെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ചയിലേക്ക് നീട്ടിക്കൊണ്ടുപോകത്തില്ല, അത്രയും ടാബ്ലേഷൻ വർക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ചക്കകത്ത് തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ടൈമിംഗ് ഒന്നും പ്രത്യേകിച്ച് അറിയാൻ സാധിച്ചില്ല. എന്നിരുന്നാലും നമുക്ക് അന്ന് സ്കൂളൊക്കെ ഉണ്ട്, സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് സൈറ്റിലൊക്കെ പബ്ലിഷ്ഡ് ആയിരിക്കും. നമ്മുടെ ചാനലിൽ എന്തായിരിക്കും ലിങ്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. നമ്മൾ പറയുന്ന തിങ്കളാഴ്ച വരാൻ ചാൻസ് കുറവാണ്, കാരണം കുറച്ച് സൈനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച ബുധനാഴ്ചയാണ് സാധ്യത. ഓക്കെ, അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് നല്ല റിസൾട്ട് ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.